താങ്കൾ പോയിട്ട് താങ്കളുടെ പാർട്ടിയുടെ ആൾക്കാരെ പോയിട്ട് പഠിപ്പിക്കും. താങ്കളുടെ പാർട്ടിയിൽ അവിടെ ഒരു മുൻ DCC പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, AV ഗോപിനാഥ്. എവിടെ പോയി സന്ദീപ്? AV ഗോപിനാഥ് എവിടെ പോയി സന്ദീപ്? എവിടെ പോയി സന്ദീപ്? അല്ലാതെ BJPക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞതിന്റെ മുഴുവൻ അവകാശവാദം എടുത്തു വെച്ചോണ്ട് ഞാനും എന്താണ് പുലിയമ്മാവനും കൂടെ കരടിയെ പിടിച്ചോന്നും പറഞ്ഞു കൂവിക്കൊണ്ട് നടക്കാതെ താങ്കൾക്ക് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചെയ്ത് കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ പോയിട്ട് ചെയ്ത് കാണിക്കൂ. അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എടുത്തു വെച്ചോണ്ട് താങ്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്കേണ്ട ഓടേണ്ട കാര്യമൊന്നുമില്ല. സന്ദീപ് ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് വലിയ ഭൂരിപക്ഷം കോൺഗ്രസ് താങ്കളുടെ ടെസ്റ്റ് അതൊന്നും ആയിരുന്നില്ല സന്ദീപ് വാര്യരെ. BJP പാലക്കാട് ഇവിടെ ജയിച്ചിരുന്ന പ്രസ്ഥാനം മത്സരിക്കുന്ന സമയത്ത് BJP വോട്ട് പോയ പ്രസ്ഥാനമാണ് പാലക്കാട്. ശ്രീ യുവരാജ് ഗോകുൽ, ഒരു സ്ഥിരമായ പരിഹാരം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രകടമായി വിമതസ്വരവും തർക്കങ്ങളും ഒക്കെ കണ്ട പാലക്കാട്ട് ആ വിമത പ്രശ്നവും അല്ലെങ്കിൽ ഭിന്നാഭിപ്രായം എന്ന് നിങ്ങൾ പല കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന ഭിന്നാഭിപ്രായമോ മറ്റോ അതിനകത്തുള്ള ആ ഒരു പുകച്ചിൽ എന്നേക്കുമായി അവസാനിച്ചു എന്ന് പറയാറായോ? റാഷിദെ, കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഭാരതമൊട്ടുക്ക് കേരളത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സംഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലൂടെയും പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം മാത്രമാണ് നിങ്ങൾ അതിനകത്ത് വലിയൊരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ തന്നെ 18,000 ബൂത്തുകളിലും 18,000 ബൂത്തുകളിലെ പൂർണ്ണ കമ്മിറ്റിയും 22,000 ബൂത്തുകളിൽ ഞങ്ങളുടെ കൃത്യമായ പ്രസൻസും ഒക്കെ അറിയിക്കുന്ന തരത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ തന്നെ ബൂത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടെ ബൂത്ത് കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ അതിന് മുകളിൽ മണ്ഡലം പ്രസിഡന്റുമാര് മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ അവിടെ നിന്ന് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്രയും വലിയൊരു പ്രോസസ്സ്, ഇത്രയും വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് നടന്നിട്ട് ഒരു ചെറിയ പ്രശ്നം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ചീറ്റലോ പൊട്ടലോ പോലും ഇതുവരെയും ആരും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ എങ്ങും തന്നെ ഉണ്ടായിട്ടേ ഇല്ല. അത്രയും സുതാര്യമായിട്ട്, അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട്, അത്രയും സ്ട്രെയിറ്റ് ആയിട്ട്, അത്രയും കാര്യക്ഷമമായിട്ടാണ് ആ പ്രോസസ്സ് ഇതുവരെയും കടന്നു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനം, ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ നടന്നു വരുന്നത് നമ്മൾ കണ്ടായിരുന്നു. CPM-ന്റെ ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ നടന്നു കഴിയുമ്പോഴേക്കും 2 ഏരിയ സെക്രട്ടറിമാര് CPM-ൽ ഇല്ലാതെ അവർ അവിടെ നിന്ന് ചാടി BJP-യിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചെറിയ ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ആ സ്വാഭാവികമായ കാര്യത്തിനെ അതേ സ്വാഭാവികതയോടുകൂടി തന്നെ പരിഹരിക്കുക എന്ന് പറയുന്നതും കാര്യക്ഷമമായി നടക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ജീവനുള്ള ഒരു പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യം തന്നെയാണ്. പാലക്കാട് ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് അല്പം മുതിർന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതിനകത്തുണ്ടായിരുന്ന ആർക്കെങ്കിലുമൊക്കെ മറ്റെന്തെങ്കിലും മുറിവുറുപ്പുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിനെ വളരെ കാര്യമായിട്ട് ഇടപെടാനും അവരോട് സംസാരിക്കുവാനും അതിന് പരിഹാരം കണ്ടെത്തുവാനും ഒക്കെ ഉള്ള പരിശ്രമങ്ങൾ ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അത് ഓർത്തിട്ട് ആരും വെള്ളം വാങ്ങി വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കെട്ടിൽ കണ്ടിട്ട് ആരും പനിക്കേണ്ട കാര്യവുമില്ല. അപ്പൊ ഇതെല്ലാം പകൽ പോലെ വ്യക്തമായ ചില രഹസ്യങ്ങളാണ്, അല്ലെങ്കിൽ പരസ്യമായ രഹസ്യങ്ങളാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു മറുവശം അല്ലേ യുവരാജ് ഗോകുൽ? ഇതിനകത്ത് എന്താ റാഷിദ് രഹസ്യം? ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ആ സംശയം ഉണ്ടാകില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ബൂത്ത് തലം മുതൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ബൂത്ത് തുടങ്ങി ഈ പറയുന്ന ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന 30ഓളം ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് വരുന്നത് വരെയും ഒരിടത്തും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. വലിയ വിമർശനങ്ങളോ വലിയ ഒച്ചപ്പാടുകളോ വലിയ ബഹളങ്ങളോ വലിയ കയ്യാങ്കളികളോ ഉന്തും തള്ളലുകളോ അങ്ങനെ ഒന്നും തന്നെ നടക്കുന്ന ഒരു കാര്യം അതിനകത്ത് തന്നെ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടാണ് ആ കാര്യം സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് ചെറിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതിനെ ഇനിയിപ്പോ നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമുണ്ട്. ചില അസ്വാരസ്യങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകുന്നതല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലായിടത്തും വളരെ ഓക്കെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. തിരുവനന്തപുരത്ത് മത്സരം ഉണ്ടായിരുന്നോ നോമിനികൾ തമ്മിൽ? വ്യത്യസ്ത നേതാക്കളുടെ മത്സരം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അസാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നോക്കൂ, ഇവിടെ കൃഷ്ണദാസ് അല്ല റാഷിദെ, ഇതിനകത്ത് കൃഷ്ണദാസിന്റെയും കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും ശോഭാ സുരേന്ദ്രന്റെയും സ്ഥാനാർത്ഥികളൊന്നും അല്ല മത്സരിക്കുന്നത്. ഇതിനകത്ത് മത്സരിക്കുന്നത് പാർട്ടിയിൽ തനിക്ക് ജില്ലാ പ്രസിഡന്റ് ആകണം എന്ന് താല്പര്യമുള്ള ആൾക്കാർ, വളരെ ചെറിയ ആൾക്കാരിൽ തുടങ്ങി വലിയ മുതിർന്ന ആൾക്കാർ വരെ ഇതിനകത്ത് മത്സര രംഗത്ത് വരികയും മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായ സമവായത്തിലൂടെ എല്ലാ പക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നതും. ഇതിനകത്ത് ഇപ്പോൾ പാലക്കാടത്തെ ഒരു പ്രശ്നത്തിലാണല്ലോ നിങ്ങൾ പോയി കിടന്നി കടിച്ചു പിടിച്ച് തൂങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. പാലക്കാട് എന്തൊക്കെയോ നഗരസഭ ഭരണം വീഴാൻ പോകുന്നു, പാലക്കാടിലെ കൌൺസിലർമാർ രാജിവെക്കാൻ പോകുന്നു, അവരെ ആരോ ചരട് വലിച്ചു കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അട്ടഹാസവും ബഹളമൊക്കെ ആയിരുന്നല്ലോ. എന്താ ചരട് വലിച്ചിട്ട് ചരട് നിവർന്നില്ലേ? അതോ ചരട് പൊട്ടിപ്പോയോ? എന്താ ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ രാത്രിക്ക് നമുക്ക് അതാണല്ലോ നമ്മുടെ ചോദ്യവും. കട്ടിൽ കണ്ട് ഭരിക്കുന്നത് ആരാണ്, ഏത് കട്ടിൽ കണ്ടാണ് ഭരിക്കുന്നത്, അത് പാർട്ടിക്കുള്ളിൽ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യമാണല്ലോ ഇപ്പൊ ഇവിടുത്തെ ചർച്ചാ വിഷയവും. ശ്രീ യുവരാജ് ഗോകുൽ, പാലക്കാട്ട് എല്ലാ പ്രശ്നവും
കട്ടിൽ കണ്ട് പനിക്കുന്നു എന്ന് റാഷിദിനോട് ആരെങ്കിലും വിളിച്ച് പറഞ്ഞോ? പാർട്ടിക്കുള്ളിൽ ആരെങ്കിലും കട്ടിൽ കണ്ട് പനിക്കുന്നു എന്ന് റാഷിദിനെ പാർട്ടിക്കകത്ത് നിന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞോ? പ്രശ്നം പരിഹരിച്ചു എന്നുള്ളത് താങ്കൾ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. ആ ഉണ്ടായിരുന്ന പ്രശ്നം എന്നേക്കുമായി പരിഹരിച്ചോ എന്നുള്ളതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് തുടക്കത്തിൽ. പാലക്കാട്ട് റാഷിദെ, ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രസ്ഥാനമൊന്നുമല്ല. ഞാൻ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞൊന്നുമല്ല. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആ ജനാധിപത്യ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മത്സരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ സമന്വയവും ഒക്കെ ഉണ്ടാകും. ഇപ്പോ ഒരു പ്രശ്നം എന്ന് പറയുന്ന ആ പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹരിക്കുക. എന്താണ് എന്നേക്കുമായി പരിഹരിക്കുക എന്ന് പറയുന്നത്? ബിജെപിക്കകത്ത് നാളെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണോ? കോൺഗ്രസിനകത്ത് നാളെ വേറെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്നാണോ? കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം എന്നേക്കുമായി പരിഹരിക്കപ്പെടും. പാലക്കാട്ടെ ഈ വിമത പ്രശ്നം ഇപ്പൊ ഈ പുതിയ അധ്യക്ഷനെ അവർ അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായി. ചില ആളുകൾക്ക്, മുതിർന്ന നേതാക്കൾക്ക് പല കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്ന് പറയുന്നു. ശരി, ഏതായാലും അവർ ആ വിയോജിപ്പ് അറിയിച്ചു, പ്രയാസം അറിയിച്ചു. അവസാനം അതിനകത്ത് നേതൃത്വം ഇടപെടുന്നു, മുതിർന്ന നേതാക്കൾ ഇടപെടുന്നു, RSS ഇടപെടുന്നു, അത് സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സെറ്റിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തേക്കുള്ള ഒരു താൽക്കാലിക കെട്ടടങ്ങലാണോ, അതല്ല ഇനി ഈ വിഷയത്തിൽ അവിടെ ഒരു വിമത പ്രശ്നം ഉണ്ടാകില്ല എന്നാണോ? ആ ഒരു ക്ലാരിറ്റിയെ ചോദിച്ചുള്ളൂ. അല്ലാതെ പുതിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ളതൊന്നും നമുക്ക് ഇവിടെ പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അതേ ഞാനും പറഞ്ഞുള്ളൂ റാഷിദെ. പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി പ്രസിഡന്റായിട്ട്, ജില്ലാ പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് അതിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ എതിർപ്പ് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. അദ്ദേഹം ജില്ലാ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ നാളെ ചുമതലയെടുക്കാൻ സമ്മതിക്കില്ല, മറ്റന്നാൾ ചുമതലയെടുക്കാൻ പറ്റില്ല, ദിവസം അതേ വിഷയത്തിൽ പ്രശ്നം ഉണ്ടാകേണ്ടതില്ലല്ലോ. ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞില്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് പുതിയൊരു പ്രശ്നം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോ എങ്ങനെയാണ് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുക? എന്തായിരുന്നാലും ശരി തന്നെയാണ്. നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോവുക. ഒരു ജീവനുള്ള പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും അഭിപ്രായ സമന്വയം ഒക്കെ ഉണ്ടാവും. ആ ഉണ്ടാകുന്നതിന്റെ ഭാഗമായി എന്താണ് ആരൊക്കെ സംസാരിക്കേണ്ടതുണ്ടോ സംസാരിച്ചിട്ടുണ്ട്, അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്, അത് പരിഹരിക്കേണ്ടത് പരിഹരിച്ചിട്ടുമുണ്ട്. 3 പേർ, 4 വനിതാ അംഗങ്ങൾ, 3 പേർ ക്രൈസ്തവ വിഭാഗക്കാരാണ് എന്ന് എടുത്തു പറയുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങൾ ഒരു ഹിന്ദു പാർട്ടി എന്നാണ് എപ്പോഴും നിങ്ങൾ പറയാറുള്ളത്, എന്നാൽ അങ്ങനെയില്ല, ഞങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. ഈ 3 ക്രൈസ്തവ അംഗങ്ങളെ 27-ൽ 3 പേരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതാണോ മതേതര പാർട്ടി എന്നതിന്റെ അടയാളമായി കേരളത്തിൽ നിങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? മതേതര പാർട്ടി എന്നുള്ളതിന്റെ അടയാളമായിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് അടയാളങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചതിനകത്ത് എന്താണെന്ന് വെച്ചാൽ മറുപടി പറയാം. അല്ല, ബിജെപിയുടെ മതേതര നിലപാട് എന്താണ് എന്ന് പറഞ്ഞാൽ മതി. ഈ മതേതര എന്ന കോയിനിങ് ഇന്ന് നിങ്ങളുടെ അധ്യക്ഷതയുടെ മതേതര നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ പിതൃഭൂമിയായും മാതൃഭൂമിയായും പുണ്യഭൂമിയുമായും ഒക്കെ കരുതുന്ന ആൾക്കാർ എല്ലാവരും ഹൈന്ദവ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്, ഹൈന്ദവ സംസ്കാരത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആ പെട്ട ആൾക്കാരെ മുഴുവനും ഞങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുമെന്നുള്ളത് തന്നെയാണ്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളത് തന്നെയാണ് ബിജെപിയുടെ മുദ്രാവാക്യം. എല്ലാവരും മുമ്പോട്ട് പോകുന്നു എന്നുള്ള ഹിന്ദു പാർട്ടി എന്ന ആക്ഷേപത്തിന് ഒരു അടിസ്ഥാനവുമില്ല. അല്ല, അതൊരു ഹിന്ദു മത പാർട്ടിയല്ല. ഹിന്ദു കൾച്ചറൽ റൂട്ട്സിൽ മാത്രം ഊന്നി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ആ ഹിന്ദു കൾച്ചറൽ റൂട്ട്സ് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ ഹിന്ദു കൾച്ചറിന് എന്താണോ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്ന ആ ഡെഫിനിഷൻ, അതാണ് ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന്റെ പൊരുൾ എന്നാണ് ഗോകുൽ വിശദീകരിക്കുന്നത്, യുവരാജ് ഗോകുൽ വിശദീകരിക്കുന്നത്. സന്ദീപ് വാര്യർ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കളുടെ പുതിയ കോൺഗ്രസിലെ ദൌത്യങ്ങളെ കുറിച്ചടക്കം പരിഹരിച്ചുകൊണ്ടാണ് ഇന്ന് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചത്. ആ വാക്കുകൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല, താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഈ നിലയ്ക്കാണ് താങ്കളുടെ നീക്കങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ ഈ ബിജെപിയിൽ നിന്ന് കൌൺസിലർമാർ രാജിവെച്ച് വരികയാണെങ്കിൽ അവരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് താങ്കൾ ചരട് വലിക്കുന്നു എന്നത് സംബന്ധിച്ചൊക്കെ വളരെ സരസവും ആക്ഷേപഹാസ്യവും നിറഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അതിന് അദ്ദേഹത്തിന് ഇപ്പൊ കോൺഫിഡൻസ് ഇരട്ടിയായി, അവിടെ പ്രശ്നങ്ങളെല്ലാം സെറ്റിൽ ചെയ്തു, പുതിയ ജില്ലാ അധ്യക്ഷനെ എല്ലാവരും അംഗീകരിച്ചു എന്നും പറയുന്നു. അപ്പൊ ബിജെപിക്കുള്ളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് പരിഹരിക്കേണ്ടത് അവരുടെ ജോലിയാണ്, അവർ പരിഹരിക്കട്ടെ. അവർ പരിഹരിക്കുകയോ പരിഹരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ബിജെപിക്കുള്ളിലെ പാലക്കാട്ടെ പ്രശ്നങ്ങൾ ഇന്നലെയോ തുടങ്ങിയതല്ല. അത് ബിജെപിയുടെ ആളുകൾ അക്നോളജ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട് എന്ന് അവർ തന്നെ അക്നോളജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവിടെ ഏതെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിലപാടെടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ പൂർവ്വ പരിചയം വെച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കാര്യവും ചെയ്യാതെ പുറമേക്ക് തൊലിപ്പുറത്തുള്ള പരിഹാരങ്ങൾ മാത്രമാണ് തേടിയിട്ടുള്ളത്. അകത്ത് വ്രണമായിട്ട് തന്നെ കിടക്കുകയാണ്. അത് ദീർഘകാലമായിട്ട് അങ്ങനെയാണ്. ഇന്നലെയോ തുടങ്ങിയതല്ല, ദീർഘകാലമായിട്ട് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വലിയ പ്രശ്നങ്ങൾ പാലക്കാടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ പാലക്കാടുണ്ടായിരുന്നു. അതിനുശേഷം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു, ഞാൻ ബിജെപി ഇറങ്ങിപ്പോന്നു. ഞാനിപ്പോ ആ പാർട്ടിയുടെ ഭാഗമല്ല. ഇനി ആർക്കാണ് പ്രയാസം? ഇനി ഇതിൽ മോഹിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് യുവരാജ് ചോദിക്കുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല എന്നാണോ, ഇനിയും അവിടെ കനലെരിയുന്നുണ്ട് എന്നാണോ സന്ദീപ് വാര്യർ പറയുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. അവരുടെ ജോലിയാണ്, അവരുടെ ദൗത്യമാണ്. അവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ പ്രശ്നമാണ്. പക്ഷെ എന്റെ ബോധ്യത്തിനനുസരിച്ച്, എന്റെ മനസ്സിലാക്കിനനുസരിച്ച് ഒരു പ്രശ്നം അവിടെ അവസാനിച്ചിട്ടില്ല. തൊലിപ്പുറത്തുള്ള ചികിത്സയാണ് നടന്നിട്ടുള്ളത്. ഇപ്പൊ ഒരുപക്ഷെ സ്വാഭാവികമായിട്ടും RSSന്റെ നേതൃത്വം ഇടപെട്ടത് കൊണ്ട് ചില ആളുകൾ സമാധാനപരമായിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിനപ്പുറം അവരാരും ഇന്ന് തന്നെ നടന്ന ഈ സ്ഥാനാരോഹണ ചടങ്ങിലൊന്നും പങ്കെടുത്തിട്ടില്ല. അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പൊ മറ്റാരെങ്കിലും മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചരട് വലിച്ചതുകൊണ്ട് നടന്ന പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അത് സ്വന്തം പാർട്ടിക്കകത്ത് നേതാക്കന്മാരെ ഇകഴ്ത്തി കാണിക്കുന്നത് പോലെയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, പാലക്കാട്ട് തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ തീർത്തത് എന്നുള്ളതാണ് സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാത്രമല്ല, സ്ത്രീ പ്രാതിനിധ്യം ഉൾപ്പെടെയുള്ളവ യഥാർത്ഥത്തിൽ പാർട്ടിക്കകത്തുള്ള തീരുമാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു തട്ടിപ്പാണ് എന്നുള്ളത് മറുപടി. അല്ല, പാലക്കാട് BJPക്ക് തൊലിപ്പുറത്ത് മാത്രമുള്ള പ്രശ്നത്തിന് തൊലിപ്പുറത്ത് തന്നെ ചികിത്സിക്കാൻ പറ്റും. ഉള്ളിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തനിയെ തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിനിപ്പോ തൽക്കാലത്തേക്ക് ചികിത്സ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് BJP ഉള്ളത്. കാരണം ഉണ്ടായിരുന്ന പ്രശ്നം തനിയെ തന്നെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. പാലക്കാട് തൊലിപ്പുറത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തൊലിപ്പുറത്ത് ചികിത്സ നടത്തിക്കോളാം. അതിലേക്ക് ഞാൻ വരാം. അത് പിന്നെ എന്താണ് ശ്രീ സന്ദീപ് വാര്യര് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു. കെ സുരേന്ദ്രൻ, സന്ദീപ് ഒരു തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാകും, ചില ഭാഗങ്ങളുടെ പുറകിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ശാശ്വതമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എല്ലാ മേഖലകളിലും ഒരുപോലെ തന്നെ മുമ്പോട്ട് കൊണ്ടിരുന്ന ചരിത്രമൊന്നുമില്ല. ഇതേ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടുന്ന സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 20% വോട്ടിലേക്ക് BJP വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്നും കെ സുരേന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നു. പാലക്കാട് ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അന്നും കെ സുരേന്ദ്രൻ ഇവിടെ ഉണ്ട്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ മാതൃകാപരമായിട്ട് ബൂത്ത് തലം മുതൽ ഇതുവരെയും സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോഴും കെ സുരേന്ദ്രൻ ഇവിടെ തന്നെ ഉണ്ട്. നാളെയും കെ സുരേന്ദ്രൻ ഇവിടെ തന്നെ കാണും. ജനങ്ങൾക്കിടയിൽ തന്നെ കാണും. ഞങ്ങൾ പ്രവർത്തകർക്കിടയിൽ തന്നെ കാണും. ആശങ്കാകുലനാകേണ്ടതായിട്ടുള്ള സാഹചര്യം താങ്കളുടെ പാർട്ടിയുടെ കാര്യം മാത്രം നോക്കി അങ്ങ് മുമ്പോട്ട് പോയാൽ മതി. താങ്കൾ ഞങ്ങളെ ഇപ്പൊ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ നേതാക്കൾ എന്ത് ചെയ്യണം, എപ്പോ പത്രസമ്മേളനം നടത്തണം, എപ്പോ ഇറങ്ങി വന്ന് സംസാരിക്കണം എന്നൊന്നും താങ്കൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടി ജയിക്കുമ്പോഴും ഞങ്ങൾ പത്രസമ്മേളനം നടത്തും, പാർട്ടി തോൽക്കുമ്പോഴും ഞങ്ങൾ പത്രസമ്മേളനം നടത്തും. പാർട്ടിയുടെ എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ അഭിമുഖീകരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ കൊത്തങ്ങളിലൊക്കെ പാലക്കാട്ട് നിങ്ങളെ സമുന്നതനായിട്ടുള്ള പാർട്ടി സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്ന മഹാനായ C കൃഷ്ണകുമാർ എങ്ങനെ പുറകോട്ട് പോയി? ഓരോ ബൂത്തുകളിലും BJPയുടെ ഉറച്ച ബൂത്തുകൾ, അതായത് എതിരാളികൾക്ക് 20-30 വോട്ട് മാത്രം കിട്ടിയിരുന്ന ബൂത്തുകളിൽ 100-200 വോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കിട്ടി എന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ ഏതെങ്കിലും ഒരാൾ പുറത്തു പോയത് കൊണ്ട്, ആര് പുറത്തു പോയത് കൊണ്ടാണ് എന്നുകൂടി പരിശോധിച്ചാൽ മതി. കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും സുരേന്ദ്രന്റെയും BJPക്കാരുടെയും ഒരു സർട്ടിഫിക്കറ്റ് ആ കാര്യത്തിൽ സന്ദീപ് വരക്ക് ഇപ്പൊ ആവശ്യമില്ല. ഞാനിപ്പോ BJPയുടെ ആളല്ല, ഞാനിപ്പോ കോൺഗ്രസിന്റെ വക്താവാണ്, KPCയുടെ വക്താവാണ്. ഞാൻ കോൺഗ്രസിന്റെ കാര്യം പറയുന്നത്. വിമത യോഗം നടന്നു, നടപടി ഉണ്ടായോ? നടപടി എടുക്കാൻ ധൈര്യമുണ്ടോ? ഇങ്ങനെ വാചകശ്രദ്ധ നടത്തി, വാചകമടി നടത്തി കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ഇട്ട് സന്ദീപ് 2 മണിക്കൂറിൽ കാണാൻ വെയിറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയും. എന്തിനാണ് ഇങ്ങനെ വെറുതെ സോഷ്യൽ മീഡിയയിൽ കയ്യടി ഇട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ഇതാ ഞാൻ സന്ദീപ് വാര്യരെ പറഞ്ഞ് മലർത്തിയടിച്ച് കളയും എന്ന് പറഞ്ഞിട്ട് അങ്ങ് വന്നിരുന്നിട്ട് നിങ്ങൾക്ക് പാലക്കാട് രാഷ്ട്രീയത്തെ കുറിച്ച് ബേസിക് പോലും അറിയാം. മലർത്തി അടിച്ചോന്ന് പറഞ്ഞ് കയ്യടി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മലർത്തി അടിച്ച നിലവാരമുള്ള ഒരാളെ മലർത്തി അടിച്ചാലല്ലേ കയ്യടി കിട്ടുള്ളൂ. സന്ദീപിനെയൊക്കെ മലർത്തി അടിക്കാൻ വന്നിട്ട് കയ്യടി കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലേ സന്ദീപ്? അതുകൊണ്ട് അത് വിട്ടുപിടി, പോയി തരത്തിന് കളിക്കും. അതിന്റെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ താങ്കളോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരണ്ടാണെന്നാണ് പറഞ്ഞാൽ മലർത്തി അടിച്ചു, റിജിൽ മാക്കുറ്റിയെ മലർത്തി അടിച്ചു എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് കേരളത്തിന്റെ ഡിബേറ്റ് ഹിസ്റ്ററിയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മാർക്ക് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് താങ്കൾ പോയിട്ട് താങ്കളുടെ പാർട്ടിയുടെ ആൾക്കാരെ പോയിട്ട് പഠിപ്പിക്കും. താങ്കളുടെ പാർട്ടിയിൽ അവിടെ ഒരു മുൻ DCC പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, AV ഗോപിനാഥ്. എവിടെ പോയി സന്ദീപ്? AV ഗോപിനാഥ് എവിടെ പോയി സന്ദീപ്? എവിടെ പോയി സന്ദീപ്? അല്ലാണ്ട് BJPക്ക് പാലക്കാട് വോട്ട് കുറഞ്ഞതിന്റെ മുഴുവൻ അവകാശവാദം എടുത്തു വെച്ചോണ്ട് ഞാനും മാത്തനും കൂടെ ഞാനും പുലിയമ്മാവനും കൂടെ കരടിയെ പിടിച്ചു എന്ന് പറഞ്ഞു കൂവിക്കൊണ്ട് നടക്കാതെ താങ്കൾക്ക് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചെയ്ത് കാണിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ താങ്കൾ പോയിട്ട് ചെയ്ത് കാണിക്കൂ. അല്ലാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എടുത്തു വെച്ചോണ്ട് താങ്കൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്കേണ്ട ഓടേണ്ട കാര്യമൊന്നുമില്ല. ശരി, അല്ലെ എന്റെ സമയമാണല്ലോ. ഇപ്പൊ എന്റെ സമയത്ത് കയറി പറയേണ്ട കാര്യമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ഞാൻ പറയുന്നത് കേൾക്കാൻ സഹിഷ്ണു പോലെ BJPക്കാരുടെ ബേസിക് നേച്ചറാണ്, അത് എഴുതിയാൽ മതി. ഞാൻ എന്താ പറഞ്ഞത്, തെരഞ്ഞെടുപ്പുകളാണ് ഒരാൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ടെസ്റ്റ് ഞാൻ വിജയിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് പറയേണ്ട കാര്യമില്ല. ഇനി ഞാൻ വേറെ സ്ഥലത്ത് പോയിട്ട് തെളിയിക്കണം. എന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു. കാരണം ആ സമയത്താണ് ഞാൻ എന്റെ രാഷ്ട്രീയം മാറിയത്. ആ സമയത്ത് BJP വലിയ വിജയം നേടാൻ പോകുന്നു, ഇതാ നേടുന്നു, സന്ദീപ് പോയാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് വലിയ ഭൂരിപക്ഷം കോൺഗ്രസ് ജയിക്കുന്നു. BJP പാലക്കാട് എവിടെയെല്ലാം
കേരളത്തിൽ ബി.ജെ.പിക്ക് നാമമാത്രമായ സ്വാധീനമുണ്ടോ? അവിടെയെല്ലാം ഈ പറഞ്ഞ അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും വേണ്ടിയിട്ടുള്ള ആർത്തിയും കലഹങ്ങളും ബി.ജെ.പിയിലുണ്ട്. മറ്റെല്ലാ വലതുപക്ഷ രാഷ്ട്രീയങ്ങളെ പോലെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെ അക്കാര്യത്തിൽ ജീർണമായ ഒരു സാഹചര്യമാണ് കേരളത്തിലെ ബി.ജെ.പിക്കുള്ളത്. അങ്ങ് പറഞ്ഞു എന്തോ ബി.ജെ.പിക്കകത്ത് ഇപ്പോൾ നടക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് എന്തോ ധനമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഘടനാപരമായി എന്തൊക്കെയോ ചെയ്യുന്നു, ഞങ്ങൾ 30 ജില്ലകളായിട്ട് തിരിച്ചു എന്നോ അങ്ങനെ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നതായിട്ട് ഇതിനകത്ത് ഇപ്പൊ സംഘടനാ ജില്ലകളായി 30 എണ്ണമായി കേരളത്തെ 14 ജില്ലകളെ വിഭജിക്കുമ്പോഴും സ്ഥാനത്തേക്ക് ആര് വരണം എന്നത് സംബന്ധിച്ചുള്ള തർക്കം തീരുന്നില്ല എന്നുള്ളതാണ്. അത് പല വിധത്തിലുള്ള മോഹങ്ങൾ, സീറ്റ് മോഹങ്ങൾ